കാഞ്ചിയാർ അഞ്ചുരുളി ഉന്നതിയിലെ താമസക്കാരുടെ വൈദ്യുതി വിച്ഛേദിക്കുവാൻ കെഎസ്ഇബിക്ക് നിർദ്ദേശം നൽകിയ വനപാലകരുടെ നടപടിക്കെതിരെ സിപിഐഎം കട്ടപ്പന ഏരിയ കമ്മിറ്റി കാഞ്ചിയാർ പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന അയ്യപ്പൻകോവിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. 5 പതിറ്റാണ്ടിലേറെയായി ഉന്നതിയിൽ താമസിക്കുന്ന ആളുകളെ കുടിയിറക്കാനാണ് വനപാലകരുടെ നീക്കമെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. ചില ഉദ്യോഗസ്ഥരുടെ താൽപര്യം സംരക്ഷിക്കുവാൻ ജനങ്ങളെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നു. തലമുറകളായി അധ്വാനിച്ച് കൃഷി ചെയ്യുന്നവരാണ് ഇവിടെയുള്ളത്. ഇവരിൽ പലർക്കും വൈദ്യുതി കണക്ഷനുകൾ ലഭിച്ചിട്ട് 15 വർഷത്തിലേറെയായി. കാഞ്ചിയാറിലെ ഫോറസ്റ്റ് ഓഫീസുകൾ പ്രദേശവാസികൾ വിട്ടുകൊടുത്ത ഭൂമിയിലാണ് പ്രവർത്തിക്കുന്നത്. പൊതുവഴികൾ കെട്ടിയടച്ചും ബോർഡുകൾ സ്ഥാപിച്ചും വനാതിർത്തിയിൽ താമസിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നടപടി മുമ്പ് ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര വനം സംരക്ഷണ നിയമത്തിലും വന്യജീവി പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളിലുമുള്ള ജലദ്രോഹ നിർദ്ദേശങ്ങൾ മുൻ UPA സർക്കാരുകളുടെ സംഭാവനയാണ്. അഞ്ചുരുളിയിലെ ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിച്ചത്. ഉന്നതിയിലെ താമസക്കാർക്കെതിരെയുള്ള ദ്രോഹ നടപടി ജനങ്ങളെ അണിനിർത്തി പ്രതിരോധിക്കുമെന്നും വൈദ്യുതി വിച്ഛേദിക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. റേഞ്ച് ഓഫീസറും അതേപോലെ തന്നെ നമ്മുടെ DFOയും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. റേഞ്ച് ഓഫീസറും DFOയും ഒന്നും അല്ല ഇവിടെ ഭരിക്കുന്നത്. റേഞ്ച് ഓഫീസറും DFOയും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കാര്യമാണെങ്കിൽ ഞങ്ങൾക്കൊരു കുഞ്ഞും പ്രശ്നമല്ല എന്ന് നീയൊക്കെ നല്ലപോലെ മനസ്സിലാക്കിക്കോണം. ഒത്തിരി അനുഭവം ഉണ്ടല്ലോ. കാഞ്ചിയാർ പള്ളിക്കവിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഫോറസ്റ്റ് ഓഫീസ് പടികൾ പോലീസ് തടഞ്ഞു. സ്വരാജ് ലോക്കൽ സെക്രട്ടറി KC ബിജു അധ്യക്ഷനായിരുന്നു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PV ഷാജി, ടോമി ജോർജ്, CR മുരളി, KP സജി, KN വിനീഷ് കുമാർ, കാഞ്ചിയാർ ലോക്കൽ സെക്രട്ടറി VV ജോസ്, കാഞ്ചിയാർ പഞ്ചായത്ത് അംഗം ബിന്ദു മധുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. കർഷകർ, തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.